രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. അതുണ്ടായിട്ടും എന്നെ കേൾക്കുന്നില്ല, വിളികൾ സത്യം നീ കാണുന്നില്ല. ആയുണ്ടായിട്ടും എന്നെ കേൾക്കുന്നില്ല, വിളികൾ സത്യം നീ കാണുന്നില്ല. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ക്രിസ്താബ്ദം 273 കപ്പദോക്യയിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കുകയും അവർക്ക് ഏറ്റവും അനുസരണമുള്ളവനായ തൻ്റെ ബാല്യം സൽപ്രവർത്തികളിൽ ചിലവഴിക്കുകയും ക്രിസ്തീയ രൂപയുള്ള ഒരു വിദ്യാഭ്യാസം സ്വീകരിക്കുവാൻ ഇടവരികയും ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ ഉന്നതമായ ഉദ്യോഗം വഹിക്കുകയും ക്രിസ്ത്യാനികളെ ഞെരുക്കുന്നതിനുള്ള ചക്രവർത്തിയുടെ കൽപ്പന പുറപ്പെട്ടപ്പോൾ ലൗകികമായ സകല ബഹുമതികളും ത്യജിച്ച് തന്നെ മുഴുവനും ദൈവത്തിന് കൈയാളിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്കായി ഏത് ഞെരുക്കവും സഹിപ്പാൻ സന്നദ്ധനായി സത്യസഭയുടെ വിജയത്തിനും ദൈവരാജ്യത്തിൻ്റെ പ്രാപ്തിക്കും വേണ്ടി രക്തസാക്ഷിയായി വീരമരണം കൈവരിച്ച് പാപികളും ബലഹീനരുമായ നമ്മൾ ലോകത്തിനോടും പിശാചിനോടും ചെയ്യുന്ന യുദ്ധത്തിൽ സദാ ധൈര്യമുള്ളവരായിപ്പാനും സത്യസഭയുടെ വിജയത്തിനും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും വേണ്ടി സർവസ്വവും ബലി കഴിക്കുവാനും സന്മാതൃക കാണിച്ചു തരികയും ചെയ്തതിനാൽ
മഹാപുണ്യവാനും പിശാചുക്കളോടുള്ള യുദ്ധത്തിൽ നമ്മുടെ വലിയ മധ്യസ്ഥനുമായി തീർന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നേരെയുള്ള പ്രത്യേക ഭക്തിക്കായി മിശിഹാകാലം 1869 ഈ ഫൊറോന പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കൊമ്പ്രേരിയയിൽ നിന്നും 2027 കാലം മെയ് മാസം കൊമ്പ്രേരിയ തിരുനാൾ ആഘോഷിക്കുന്നതിന് ലൈത്തോരന്മാരുടെ സത്യനിയോഗ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മുതലായ ഒഫീഷ്യാളന്മാരുടെ പേര് വിവരം: ഓയിമോൻ പ്രസിഡന്റ്, കണ്ണമ്പുഴ ജോസഫ് ജോർജ് 10-10, തെസിലേര് ചിങ്ങന്തറ ചാക്കപ്പൻ റോയ് 10-10, പ്രഗ്ഡോർ വാത്തികുളം തോമസ് ഡേവിസ് 10-10, ഇസ്കമോൻ തായികേരി വർക്കി മാർട്ടിൻ 10-10, മേശക്കാർ തായങ്കിരി ജോസഫ് അരുൾ, ഞാണിക്കൽ വർഗീസ് ജോബ്, എട്ടിൽ മാത്യു ജോൺസൺ, തേറാട്ടിൽ കളപ്പുരയ്ക്കൽ ലിയോ സുനിൽ, നേരേവീട്ടിൽ ആന്റണി ജോസഫ്, കുഴുപ്പള്ളി റോബിൻ ജോസഫ് സെൻ. ഈ കൊമ്പ്രേരിയയുടെ സുപ്പീരിയർ എറണാകുളം മെത്രാപ്പൊലീത്ത മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ തിരുമനസ്സുണ്ട്. ഈ കൊമ്പ്രേരിയയുടെ കപ്പളൻ വികാരി ഫാദർ ജേക്കബ് പുതുശ്ശേരി. ഈ കൊമ്പ്രേരിയയുടെ ചുമതലർ പുത്തൻവീട്ടിൽ പൗലോസ് വിനു വർഗീസ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 3, 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലേം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാന്റെ മറുകരയിൽ നിന്നും, ടയർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ട് അവന്റെ അടുത്തെത്തി. ആൾത്തിരക്കപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ വീണ്, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായി താക്കീത് നൽകി.
സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെ എവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Punya
വിശുദ്ധ ഗീവർഗീസിന്റെ സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കണമേ. അങ്ങേ തിരുക്കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിഹായുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ കരുണാപൂർവ്വം തൃക്കൺപാർക്കണമേ. അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകരും ഞങ്ങളുടെ മധ്യസ്ഥമായ വിശുദ്ധ ഗീവർഗീസിന്റെ അപേക്ഷയാൽ ആത്മീയവും ശാരീരികമായ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ കടാക്ഷിക്കണമേ. മഹാവേദ സാക്ഷിയായ വിശുദ്ധ ഗീവർഗീസെ, സ്വർഗപിതാവിന്റെ പക്കൽ അങ്ങേക്കുള്ള മാധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ ശരണം വയ്ക്കുന്നു. ഞങ്ങളുടെ പ്രത്യേക സംരക്ഷകരും മധ്യസ്ഥനുമായി അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇടവകയെയും ദേശത്തെയും രാഷ്ട്രത്തെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ സ്വർഗീയ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടുകൂടി
രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. വിശ്വാസം സംരക്ഷിക്കുവാൻ പീഡകൾ സഹിച്ച് രക്തസാക്ഷിമകളെ ചൂടിയ വിശുദ്ധ ഗീവർഗീസിനെ പോലെ വിശ്വാസ സംരക്ഷണത്തിനും സഭാസേവനത്തിനുമായി കർമ്മനിരതരാകുവാൻ ഏവരെയും ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യ സമക്ഷം എന്നെ സ്വീകരിച്ചു പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും സ്വീകരിച്ചു പറയുമെന്ന് അരുളി ചെയ്ത മിശിഹായ വിശുദ്ധ ഗീവർഗീസിനെ അനുകരിച്ച് എല്ലായിടത്തും അങ്ങേറ്റു പറയുവാനും ഏതു സാഹചര്യത്തിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. 2027 ആണ്ടിലെ തിരുനാളേക്ക് നടത്തുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രസിഡന്റിനെയും മറ്റ് ഒഫീഷ്യൽമാരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ പ്രത്യേക നിയോഗങ്ങളെയും അവരുടെ സന്നദ്ധയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും മനസ്സിലർത്ഥമായി ഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ട് ആത്മീയമായ വലിയൊരു അനുഭവമായി ഞങ്ങൾക്ക് ഈ തിരുനാൾ ആഘോഷങ്ങൾ മാറുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ചരിത്ര പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഇടപ്പള്ളി സെൻറ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ 2027 ആണ്ടിലെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്തി ശ്രീ കണ്ണമ്പുഴ ജോർജാണ് ഇന്ന്
കൂടിയ സാന്തമേശയിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ അധ്യക്ഷതയിൽ ലൈത്തോര സമൂഹാംഗങ്ങൾ ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ട പ്രസുദേന്തിയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. 4:30 ജപമാലയ്ക്ക് ശേഷം പ്രസുദേന്തിയെ വാഴിച്ച് പ്രസുദേന്തി അടുത്ത വർഷത്തെ തിരുനാളിനൊരുങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛന്മാർക്കും ഡീക്കനും മറ്റ് ഒഫീഷ്യാളന്മാർക്കും ഉപഹാരങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങാണ് ചരിത്രത്തിൻ്റെ നിയോഗം പോലെ ഇവിടെ നടത്തപ്പെടുക. അത്ഭുത പ്രവർത്തകരിൽ പ്രമുഖനായ, പ്രാചീന കാലം മുതൽ പ്രകീർത്തിതനായ, അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രതീകമായി നിലകൊണ്ട പുണ്യജീവിതത്തിൻ്റെ ജാജുല്യമാനമായ പ്രകാശപ്രഭ വാരി വിതറി വിരാജിച്ച വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ 157ാമത് കൊമ്പ്രേരിയ തിരുനാളാണ് നടത്തപ്പെടുക. ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ പുതിയ പ്രസുദേന്തിയെ ആദരിക്കുക എന്നുള്ള ചടങ്ങ് കൂടിയാണ് നടക്കുക. അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഈശോമിശിഹായിൽ ബഹുമാനപ്പെട്ട പ്രസുദേന്തിമാരെ, പ്രിയ ഒഫീഷ്യാളന്മാരെ, ദർശന സമൂഹത്തിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, പ്രിയ ഭക്തജനങ്ങളെ, വളരെയധികം ഔപചാരികതയും ഒപ്പം പൗരാണികതയും നിറഞ്ഞു നിൽക്കുന്ന തിരുക്കർമ്മങ്ങളിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. ഉയർത്തപ്പെട്ട കുരിശിൻ്റെ താഴെ കത്തിച്ചു വെച്ച തിരികളുടെ സാന്നിധ്യത്തിൽ ഈ സമ്മേളനം കൂടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ജെറുസലേം ദേവാലയത്തിൻ്റെ തിരുനാളാഘോഷത്തെക്കുറിച്ചാണ്. തിരുനാളിൻ്റെ ദീപപ്രഭയിൽ വെട്ടിത്തിളങ്ങുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഈശോ ലോകത്തോട് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നാണ്. പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട പ്രകാശമായി ലോകത്തിൽ വ്യാപരിക്കാൻ ഈശോയെ അനുഗമിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കടമയുമുണ്ട്. അതുകൊണ്ട് തന്നെ കുരിശിൻ്റെ താഴെ കത്തിച്ചു വെച്ച ദീപങ്ങളുടെ അടുത്തിരുന്ന ഈ തിരുനാൾ പുതിയ പ്രസുദേന്തി ചുമതലയേറ്റതിൻ്റെ സന്തോഷം ഇന്ന് പങ്കുവെക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ ഉയർത്തിപ്പിടിക്കുവാനും നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ പ്രഘോഷിക്കുവാനും ഉള്ള അവസരമാണ് ഓരോ തിരുനാൾ ആഘോഷങ്ങളുമെന്ന് നാം പ്രത്യേകം അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. തിരുനാൾ ആഘോഷങ്ങൾ ഭൗതികമായ ആഘോഷങ്ങളും ആർഭാടങ്ങളുമല്ല, അത് ആത്മീയമായ വളർച്ചയ്ക്ക് ഉതകുന്ന തിരുക്കർമ്മങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അതിൽ പങ്കുചേരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. 2027 ആണ്ടിലെ തിരുനാൾ ഏറ്റുകഴിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രസുദേന്തി ജോർജ് ജോസഫ് കണ്ണമ്പുഴ ഇന്നു മുതൽ അടുത്ത വർഷത്തെ തിരുനാളിൻ്റെ സമാപനം വരെ ഏറ്റവും പ്രത്യേക നിയോഗങ്ങളോടുകൂടെ ഇനി പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ തിരുനാൾ ആഘോഷിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്നായിരിക്കും. അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം ഈ തിരുനാൾ നടത്തിപ്പിൻ്റെ ഒഫീഷ്യാളന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരും പ്രാർത്ഥനാപൂർവം ഒരുങ്ങേണ്ടത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചുമതലയെല്ലാം ഏറ്റെടുത്ത് ഒഴിഞ്ഞു മാറാനുള്ളതല്ല, ഒരുമിച്ച് പ്രാർത്ഥിച്ചും ഒരുമിച്ച് പ്രവർത്തിച്ചും അടുത്ത വർഷത്തെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാൻ തീർച്ചയായിട്ടും പ്രസുദേന്തിക്കും ഒപ്പം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒഫീഷ്യാളന്മാർക്കും കടമയും ഉത്തരവാദിത്വവുമുണ്ട്. ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. തിരുനാൾ ആഘോഷിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന നിരവധി പേരിവിടെയുണ്ട്. വിവിധ സ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് തിരുനാൾ പ്രസുദേന്തിയാകാൻ തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള യോഗ്യത എത്തിച്ചേർന്ന് ഇതിന് ഈ വർഷമാണ് ഇദ്ദേഹത്തിന് അവസരം കിട്ടിയത്. അതുകൊണ്ട് തന്നെയും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലും നിയോഗവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് അറിയാം. പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടും സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ടും വളരെ സുതാര്യമായും കൃത്യമായും നടന്ന ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ദൈവത്തിൻ്റെ നിയോഗം തന്നെയാണ്. ഇതിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രസുദേന്തിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ വൈദിക സമൂഹത്തിൻ്റെ പ്രാർത്ഥന പ്രത്യേകമാവിധം വാഗ്ദാനം ചെയ്യുകയാണ്. ഇടപ്പള്ളി സെൻറ് ജോർജ് ഫൊറോന പള്ളി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇടവകയുടെ തിരുനാളല്ല, സകല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം തിരുനാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഈ തിരുനാളിൻ്റെ ആഘോഷങ്ങളും തിരുക്കർമ്മങ്ങളും എല്ലാം നമ്മൾ പദ്ധതി തയ്യാറാക്കുന്നത്.
അനേകായിരങ്ങൾ വന്നു ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുന്ന ഈ ദേവാലയത്തിലെ അടുത്ത വർഷത്തെ തിരുനാൾ ഏറ്റുകഴിക്കുന്ന പ്രസുതേന്തിക്ക് എല്ലാ നന്മകളും നേരുന്നതോടൊപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയോട് ചെയ്യുകയാണ്. ദൈവം നമ്മുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ തിരുനാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജോയ് ചേട്ടനും കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ നന്ദി പറയുന്നു. ഒരു വർഷക്കാലമായി നോമ്പ് നോക്കി പ്രാർത്ഥിച്ച് ഒരുങ്ങി തിരുനാൾ ഏറ്റവും ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ജോയ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ. ഇത് നമുക്ക് എല്ലാവർക്കും ആത്മീയമായൊരു ഉണർവിൻ്റെ അവസരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ സമൂഹത്തിൻ്റെ മേൽ, വിശ്വാസ കൂട്ടായ്മയുടെ മേൽ ഉണ്ടാകട്ടെ. കൃപയും അനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ടും ഈ സമ്മേളനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട വികാരി അച്ഛന് പ്രത്യേകം നന്ദി. അടുത്തതായി നമ്മുടെ 2027 ആണ്ടിലെ പ്രസുതേന്തി ശ്രീ ജോർജ് ജോസഫ് കണ്ണമ്പുഴ നമ്മളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട വികാരി അച്ഛ, അച്ഛന്മാരെ, കൈകാരന്മാരെ, പ്രസിഡന്റുമാരെ, പ്രിയപ്പെട്ട ബന്ധുജനങ്ങളെ, ഈ നിയോഗം എന്നിലേക്ക് എത്തിയതിന് ഞാൻ സർവേശ്വരന ദൈവത്തോട് ആദ്യമായി നന്ദി പറയുകയാണ്. അടുത്ത വർഷം ഈ തിരുനാൾ ഏറ്റവും മംഗളകരമായി നടത്തിത്തരുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വർഷത്തെ പെരുന്നാൾ ഭംഗിയായി നടത്തുന്ന ജോയിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി ജോറേട്ട. അടുത്തതായി നമ്മുടെ ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ചിങ്ങന്തറ കുര്യൻ ജോയി നമ്മളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട കപ്പളം വികാരിയച്ച ജയിക്കപ്പ് പുതുച്ചേരിച്ച, ബഹുമാനപ്പെട്ട കൊച്ചന്മാരെ, പുതിയ പ്രസിഡന്റ് ജോർജ് കണ്ണമ്പുഴ, ഇന്നിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന സമൂഹ അംഗങ്ങൾ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ വാക്കുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്ന് വരും നല്ല രീതിയിൽ നല്ല കാലാവസ്ഥയിൽ നമ്മുടെ വിശുദ്ധ ഗീവർസ്ഥായി മാതാവൊക്കെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ധാരാളം നാളെ 3-ാം തീയതി 4-ാം തീയതിയും പട്ടണ പ്രദർശനം, നാലങ്ങാടി പ്രദർശനമാണ്. അതും കൂടി ഭംഗിയാക്കി തീർക്കാൻ വേണ്ടി 11-ാം തീയതി 8-ാം പെരുന്നാളും ഇതിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഭംഗിയാക്കി നടത്താൻ വേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം, പ്രാർത്ഥന സഹായം ഉണ്ടാകണം. ഈ ഇടവയിൽ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും അടുത്ത വർഷത്തെ പെരുന്നാൾ ഏറ്റതിന് ജോർജ് കണ്ണമ്പുഴയും അടുത്ത വർഷത്തെ പെരുന്നാൾ ഇതിനേക്കാളും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി ജോർജിന് സാധിക്കണം. ജോർജിനും ജോർജിൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഭംഗിയാക്കി തീർക്കാൻ വേണ്ടി നമുക്ക് സർവേശ്വരനോട് അനുഗ്രഹം സഹായിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകം നന്ദി. അടുത്തതായി ലൈത്തോര സമൂഹ കൂട്ടായ്മയിലേക്ക് പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട, പ്രസിഡന്റിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോർജ് കണ്ണമ്പുഴയെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ ജോയി ചിങ്ങന്തറ മാലയിട്ട് സ്വീകരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇവിടെ ഇന്നൊരു മനോഹരമായ ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. ഇടപ്പള്ളി വിശുദ്ധ ഗീവർഗീസഹദായുടെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തി 50 വർഷം പൂർത്തിയായ എഴുമാന്തുരുത്തി ജോസേട്ടൻ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ മൊമൻറ്റോ നൽകി ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും അതോടൊപ്പം തന്നെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി ലൈത്തോര സമൂഹത്തിൻ്റെ ഭാരവാഹികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 50 വർഷം പൂർത്തിയാക്കിയ പ്രസുതേന്തിയാണ് ബഹുമാനപ്പെട്ട ശ്രീ ജോസ് എഴുമാന്തുരുത്തി. എല്ലാവരും ഒരു കയ്യടി കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കണം. ലൈത്തോര സമൂഹത്തിൻ്റെ ട്രഷറർ മാട്ടി, സെക്രട്ടറി തങ്കച്ചൻ, പ്രസിഡന്റ് ജോയിച്ചേട്ടൻ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിക്കുന്നു. എല്ലാ ലൈത്തോര സമൂഹാംഗങ്ങളും ചേർന്ന് നിൽക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട രാജു മാളിയേക്കലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, നമ്മുടെ ട്രസ്റ്റി. ബഹുമാനപ്പെട്ട വിചാരിച്ച പ്രസിഡന്റ് ശ്രീ ജോയി ചിങ്ങമ്പര, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ശ്രീ ജോർജ് കണ്ണമ്പുഴ, ബഹുമാനപ്പെട്ട കൊച്ചന്മാർ, ഒഫീഷ്യൽസ്, മറ്റു ഭാരവാഹികളെ, സ്നേഹമുള്ള ഭക്തജനങ്ങളെ, ജോയി ഭംഗിയായിട്ട് ഈ പെരുന്നാളിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജോയിക്ക് എല്ലാ നന്മകളും, പെരുന്നാൾ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകാൻ വേണ്ട പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ജോർജിന് അടുത്ത വർഷം ഏറ്റവും ഭംഗിയായിട്ട് ഈ തിരുനാൾ നടത്താനുള്ള അനുഗ്രഹം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളോട് ഒരു കുഞ്ഞ് അഭ്യർത്ഥനയുണ്ട്. അടുത്ത വർഷത്തെ തിരുനാൾ ഏറ്റവും ഭംഗിയായി നടത്താൻ വേണ്ടി നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു ദിവസം ഒരു നന്മ നിറഞ്ഞ മറിയം നമുക്ക് ചെല്ലാൻ കഴിയും. അടുത്ത 365 ദിവസം ഒരു നന്മ നിറഞ്ഞ മറിയം ഈ തിരുനാൾ ഭംഗിയായി നടത്താൻ വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ജോർജിന് എല്ലാ നന്മകളും നേരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഒപ്പം ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട നമ്മുടെ കൊച്ചന്മാരെല്ലാവരും ആശംസകൾ അറിയിച്ചതായി അറിയിക്കുന്നു. ഇനി നമ്മൾ ഉപഹാര സമർപ്പണമാണ്. അടുത്ത വർഷത്തേക്കുള്ള തിരുനാളുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധേന്തി എല്ലാവർക്കും ഉപഹാരം സമർപ്പിക്കുന്ന ചടങ്ങാണ്. ആദ്യമായിട്ട് വലിയ ബഹുമാനപ്പെട്ട കപ്പളൻ വികാരി ഫാദർ ജേക്കബ് പുതുശ്ശേരി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് വികാരി ഫാദർ അഖിൽ പള്ളിപ്പാട്, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് വികാരി ഫാദർ വിൽ മാത്യു കുരിക്കൽ, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് വികാരി ഫാദർ അരുൺ തേരുളി, ഡീക്കൻ സിൻഡോ പാറശ്ശേരി, കപ്യാർമാർ വിനോദ് മാത്യു സേട്ടൻ, അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് അക്കൗണ്ടന്റ്, ക്യാഷ്യർ, പാട്ടുകാർ, പള്ളി സ്റ്റാൾ ജീവനക്കാർ, ഷൈജു വർക്ക് സൂപ്പർവൈസർ, ക്ലീനിംഗ് സ്റ്റാഫ്, കുശിനി കുക്ക്, മൃത സംസ്കാര ശുശ്രൂഷ സഹായി, പാരിഷ് ഹാൾ കെയർടേക്കർ, ഇലക്ട്രീഷ്യൻ, തോട്ടക്കാരൻ, ക്ലീനർ, വെടിക്കാരൻ, ചെണ്ടക്കാർ, പന്തലുകാരൻ, ഇലുമിനേഷൻ, പള്ളി സെക്യൂരിറ്റി, ഉപഹാര സമർപ്പണം സമാപിച്ചു. ഈ ചടങ്ങും ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ലളിതമായൊരു ചടങ്ങാണ്. നമ്മൾ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന് അനുഗ്രഹ ആശീസ്സുകൾ ഏറ്റുവാങ്ങിയ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവർക്കും, അതോടൊപ്പം തന്നെ ഒഫീഷ്യാളന്മാർ, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, കൊച്ചന്മാർ, പ്രസുതേന്തി, ദൈത്തോരന്മാർ, എല്ലാവർക്കും സമയം കളയാതെ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഈശോയെ, അങ്ങയുടെ സന്നദ്ധിയിൽ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾ ഏറ്റവും ഭംഗിയായും ഭക്തിപൂർവ്വം കൊണ്ടാടുന്നതിന് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. തിരുനാൾ ആഘോഷങ്ങൾ വഴി ഞങ്ങളുടെ വിശ്വാസം വളരുവാനും ഞങ്ങളുടെ സ്നേഹം ഉറപ്പിക്കപ്പെടുവാനും ഞങ്ങൾ സ്വർഗോന്മുഖരായി ജീവിക്കുവാനും ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രത്യേക നിയോഗത്താൽ 2027 ആണ്ടിലെ തിരുനാൾ ഏറ്റുകഴിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രസുതേന്തിയെയും മറ്റ് ഭാരവാഹികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. തിരുനാൾ ആഘോഷങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായ അനുഗ്രഹങ്ങളും അങ്ങ് പ്രദാനം ചെയ്യണമേ. സാമ്പത്തിക മേഖലകളിലെ ബന്ധനങ്ങളെ പൊട്ടിക്കണമേ എന്നും ആവശ്യത്തിന് സുഹൃത്തുക്കളെ നൽകി സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്നും അങ്ങയുടെ കൃപയാൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി പൂർത്തിയാകുവാൻ ആവശ്യമായ വരദാനങ്ങൾ നൽകി ഈ
പ്രസിദ്ധേന്ത്യയെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇവിടെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.